Hello, welcome to Madhya Classes. Class for English, Unit 1, My Lands, third chapter, Be Smart, Be Safe. Be smart, be safe. Road safety tips for little feet. നമുക്ക് എല്ലാവർക്കും അറിയാം റോഡ്സ് എന്ന് പറഞ്ഞാൽ റോഡ്സിൽ നിറയെ വാഹനങ്ങൾ ഉണ്ടാകും, അതുപോലെ അതിലൂടെ ആൾക്കാർ നടന്നു പോകും, അങ്ങനെ വേറെ പല കാര്യങ്ങളും റോഡിൽ നടക്കും. അപ്പൊ റോഡിൽ അപകട സാധ്യതയും കൂടുതലാണല്ലേ. അപ്പൊ റോഡിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ട്രാഫിക് റൂൾസ് ഫോളോ ചെയ്യണം. എന്തൊക്കെയാണ് ട്രാഫിക് റൂൾസ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ചാപ്റ്റർ ആണ് ബി സ്മാർട്ട് ബി സേഫ്. നമുക്ക് വായിച്ചു നോക്കാം. Dear children, Namaste. How are you all? I'm sure you are happy and safe and enjoying school. അപ്പൊ ഇതൊരു ലെറ്റർ ആണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഒരു ലെറ്റർ എഴുതിയിരിക്കുകയാണ്. ആരാ എഴുതിയിരിക്കുന്നത്? എൻഡിൽ നോക്കിയാൽ മനസ്സിലാവും. ദ ട്രാഫിക് പോലീസ് ഭാരത്. അപ്പോൾ ഇന്ത്യയിലുള്ള ഒരു ട്രാഫിക് പോലീസ് ആണ് ഇത് എഴുതിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ട്രാഫിക് പോലീസ് പറയുന്നതെന്ന് നമുക്ക് നോക്കണ്ടേ? Some of you reach school on foot, some by bicycle and other by bus. You may have noticed that there is often a lot of traffic on road. അപ്പം നിങ്ങളിൽ പലരും സ്കൂളിൽ എത്തുന്നത് നടന്നായിരിക്കാം, ബൈസൈക്കിളിലായിരിക്കാം, അതുപോലെ ചിലരൊക്കെ ബസ്സിലുമായിരിക്കാം. അങ്ങനെ വരുന്ന വഴിക്ക് യു മേ ഹാവ് നോട്ടീസ്ഡ് ദാറ്റ് ദർ ഈസ് ഓഫൻ എ ലോട്ട് ഓഫ് ട്രാഫിക്. റോഡിൽ നിറയെ ട്രാഫിക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലേ? റോഡ്സ് ക്യാൻ ബി ബിസി അറ്റ് ടൈംസ് ഡേഞ്ചറസ്. റോഡ്സ് ക്യാൻ ബി ബിസി, റോഡ് ബിസി ആവാം, ആൻഡ് അറ്റ് ടൈംസ് ഡേഞ്ചറസ്, അത്രയും അപകടങ്ങൾ ഉള്ളതും കൂടി ആവാം. We, the traffic police, are here to keep you safe on the roads. ഞങ്ങള് ട്രാഫിക് പോലീസുകാരാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഉള്ളത് എന്തിനാണ്? നിങ്ങളെ റോഡിൽ സേഫ് ആക്കാൻ വേണ്ടിയാണ്. So, we want to share some important safety tips to help you safe while walking on or crossing the streets. We want to share some important safety tips. റോഡ് ഉപയോഗിക്കുന്ന സമയത്ത്, അതിലൂടെ നടക്കുമ്പോഴും റോഡ് ക്രോസ് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾ പാലിക്കേണ്ട കുറച്ച് സേഫ്റ്റി ടിപ്സ് ഉണ്ട്. അപ്പൊ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. By following these simple rules, you can keep yourself safe and help us keep the road accident free. അപ്പോൾ ഈ റൂൾസ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സിഡന്റ് കുറയ്ക്കാനും പറ്റും, അതുപോലെ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും റോഡിൽ സേഫ് ആക്കാനും പറ്റും. ലെറ്റ്സ് വർക്ക് ടുഗെദർ ടു മേക്ക് our road safer for everyone. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ ജോലി ചെയ്യുന്നു. നിങ്ങൾ റൂൾസ് ഒക്കെ പാലിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റോഡ് എപ്പോഴും എല്ലാവർക്കും സേഫ് ആയി ഉപയോഗിക്കാൻ പറ്റിയ ഒരിടമാക്കി മാറ്റാം. സ്റ്റേ സേഫ്, ബി കെയർഫുൾ, വിത്ത് ബെസ്റ്റ് വിഷസ്, ദ ട്രാഫിക് പോലീസ് ഭാരത്. അപ്പോൾ എന്തൊക്കെയാണ് ട്രാഫിക് പോലീസ് ഷെയർ ചെയ്യുന്ന ആ ടിപ്സ് എന്ന് നോക്കാം. റൂൾ 1. Always use the zebra crossing. When you need to cross the road, look for a black and white strips which is known as zebra crossing. Look right, then left, again right to ensure that no vehicles are coming. Cross only when it is safe. റോഡുകളിലൊക്കെ ഇതേപോലത്തെ ബ്ലാക്ക് വൈറ്റ് സീബ്രയുടെ സ്ട്രൈപ്സ് പോലെയുള്ള ലൈൻസ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും അല്ലേ? അതിന്റെ പേരാണ് സീബ്ര ക്രോസിംഗ്. അത് റോഡിന്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഏത് സൈഡിൽ നിന്നാലും മറ്റേ സൈഡിലേക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ സീബ്ര ക്രോസിംഗ് ഉപയോഗിച്ച് തന്നെ ക്രോസ് ചെയ്യണം. ഇനി ക്രോസ് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലുക്ക് റൈറ്റ്, റോഡിൽ റൈറ്റ് സൈഡിലേക്ക് നോക്കണം, പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കണം, അഗെയിൻ റൈറ്റ് ടു എൻഷുർ ദാറ്റ് നോ വെഹിക്കിൾസ് ആർ കമ്മിങ്. ഒരു വാഹനം പോലും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. ക്രോസ് ഓൺലി വെൻ ഇറ്റ് സേഫ്. അപ്പോൾ ഞാൻ സീബ്ര ക്രോസിലാണ് ക്രോസ് ചെയ്യുന്നതെന്ന് വിചാരിച്ച് വണ്ടിയൊക്കെ പോകുന്ന സമയത്ത് പോയി ക്രോസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, വണ്ടികളൊന്നും ഇല്ലാത്ത സമയത്ത് തന്നെ ക്രോസ് ചെയ്യുക. റൂൾ നമ്പർ 2. ഫോളോ ദ ട്രാഫിക് ലൈറ്റ്സ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ട്രാഫിക് ലൈറ്റ്സ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? Traffic lights are installed on very busy roads to regulate movement. Wait for pedestrian signal
to turn green before crossing. Never run across the road. It is safer to walk calmly. അപ്പൊ എന്തൊക്കെയാണ് കാര്യങ്ങള്? ആദ്യം തന്നെ മെയിൻ ആയിട്ട് 3 കളർ സിഗ്നൽസ് ആണ് ഉള്ളത്. റെഡ്, ആംബർ, ഗ്രീൻ അല്ലെ? റെഡ് ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ എല്ലാ വെഹിക്കിൾസും സ്റ്റോപ്പ് ചെയ്യണം. ഗ്രീൻ ലൈറ്റ് ആണെങ്കിലോ, ഗ്രീൻ ലൈറ്റ് കത്തുന്ന സമയത്ത് വാഹനങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റും. എന്നാൽ ആംബർ കത്തുന്നത് ഒരു സിഗ്നൽ വരാൻ പോകുന്നതിന്റെ തൊട്ട് മുമ്പ് ഒരു ഇൻഡിക്കേഷൻ ആണ്. ഇപ്പോ റെഡിന്റെ മുമ്പ് ആംബർ വന്നു കഴിഞ്ഞാൽ ആ റെഡ് ഇപ്പം വരാൻ പോകുന്നുണ്ട്, അതൊരു ഇൻഡിക്കേറ്റർ ആണ്. ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇത് കൂടാതെ വേറെയും ട്രാഫിക് സിഗ്നൽസ് ഉണ്ട്. ആളുകൾക്ക് നടക്കാനുള്ള പെഡസ്ട്രിയൻ സിഗ്നൽസ്. അപ്പൊ പെഡസ്ട്രിയൻ സിഗ്നൽസിലും റെഡ് കളർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യാൻ പാടില്ല. ഗ്രീൻ സിഗ്നൽ കണ്ടാൽ മാത്രമേ റോഡ് ക്രോസ് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ നെവർ റൺ അക്രോസ് ദ റോഡ്. ഒരിക്കലും റോഡ് കൂടി ഓടാൻ പാടില്ല. ആൻഡ് ഇറ്റ് ഇസ് സേഫർ ടു വാക്ക് കാംലി. കൃത്യമായി റോഡിൽ വാഹനങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ പെഡസ്ട്രിയൻ സിഗ്നൽസ് ഓൺ ആയിരിക്കുന്ന സമയത്ത് കാമായിട്ട് നടന്ന് റോഡ് ക്രോസ് ചെയ്യാം. Walk on the footpaths. Footpaths are meant for pedestrians. റോഡിന്റെ സൈഡിൽ ഇതേപോലത്തെ ഫുട്പാത്സ് കണ്ടിട്ടില്ലേ? ഇത് പെഡസ്ട്രിയൻസ്, റോഡിലൂടെ നടക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. Always walk on them and stay away from moving vehicle. റോഡിൽ ഇറങ്ങി റോഡ് കൂടി നടക്കാതെ എപ്പോഴും ഫുട്പാത്തിലൂടെ മാത്രം നടക്കാൻ ശ്രമിക്കുക. റൂൾ നമ്പർ 4. ഹോൾഡ് എൻ അഡൾട്ട്സ് ഹാൻഡ്. നിങ്ങൾ കൊച്ചുകുട്ടികളായതുകൊണ്ട് നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു അഡൾട്ട് ആയിട്ടുള്ള ആള്, നിങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മുതിർന്ന മറ്റാരെങ്കിലെയോ കൈകള് പിടിച്ചുകൊണ്ട് വേണം റോഡ് ക്രോസ് ചെയ്യാൻ. ഇഫ് യു ആർ വാക്കിംഗ് നിയർ ദ റോഡ്, ഓൾവേസ് ഹോൾഡ് എൻ അഡൾട്ട്സ് ഹാൻഡ്, എസ്പെഷ്യലി വൈൽ ക്രോസിംഗ് ദ റോഡ്സ്. യൂസ് റിഫ്ലക്റ്റീവ് സ്റ്റിക്കേഴ്സ് ഇൻ ദ ഡാർക്ക്. റോഡിൽ നടക്കുന്ന സമയത്ത് എസ്പെഷ്യലി ഇൻ ദ ഡാർക്ക്, നൈറ്റിലൊക്കെ റോഡിലൂടെ നിങ്ങൾ നടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാത്രമല്ല റോഡിൽ ജോലി ചെയ്യുന്ന ആളുകളും മറ്റുമൊക്കെ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള സ്റ്റിക്കർ, ആ സ്റ്റിക്കറിന്റെ പ്രത്യേകത എന്താണ്? നൈറ്റിലും അത് ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും അവിടെ ആരോ ഉണ്ട്. ആളുകളെ കാണാൻ പറ്റിയില്ലെങ്കിലും അങ്ങനത്തെ സ്റ്റിക്കേഴ്സിനെ കാണാൻ പറ്റുമ്പോൾ ഡ്രൈവേഴ്സിന് മനസ്സിലാവും ആരോ ഒരാളുണ്ട്. അപ്പൊ അവര് കോഷ്യസ് ആവും, അവർ കെയർഫുൾ ആവും. If you are walking on the road in the evening, stick some reflective stickers on your clothes so that drivers can see you clearly. Rule 6. Be alert. എപ്പോഴും റോഡിലൂടെ നടക്കുന്ന സമയത്ത് നമ്മൾ അലേർട്ട് ആവണം. നമ്മൾ കെയർലെസ് ആയിട്ട് നടക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു വണ്ടി വരും, അല്ലെങ്കിൽ ഈ വണ്ടി ഇതുവഴി മൂവ് ചെയ്യും, അപ്പൊ നമ്മൾ അതിനനുസരിച്ച് വേണം കെയർഫുൾ ആയിട്ട് നടക്കാൻ. ഡു നോട്ട് പ്ലേ ഓർ ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ് നിയർ റോഡ്സ്. റോഡിന്റെ അടുത്തുനിന്ന് കളിക്കാനോ നമുക്ക് വണ്ടി വരുന്ന കാര്യം മറന്നു പോകുന്ന പോലെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഒരു ആക്ടിവിറ്റീസ് ഒന്നും അവിടെ ചെയ്യാതിരിക്കുക. ഓൾസോ അവോയ്ഡ് യൂസിങ് ഹെഡ്ഫോൺസ് ഓർ മൊബൈൽ ഫോൺസ് വൈൽ വാക്കിംഗ് നിയർ ട്രാഫിക്. ഹെഡ്ഫോൺസ് ഒക്കെ ചെവിയിൽ വെച്ചിട്ട് മൊബൈലൊക്കെ യൂസ് ചെയ്താൽ എന്ത് പറ്റും? നമ്മുടെ കോൺസെൻട്രേഷൻ അതിലേക്ക് മാറും. അപ്പൊ നമ്മൾ ബാക്കിൽ വരുന്ന ശബ്ദം, വണ്ടികളുടെ ശബ്ദമോ ഹോണോ ഒന്നും കേൾക്കാതിരിക്കും. അത് അപകടം വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. ദീസ് കെൻ ഡിസ്ട്രാക്ട് യു ഫ്രം ട്രാഫിക് സൗണ്ട്സ്. ഇതൊക്കെയാണ് ട്രാഫിക് പോലീസ് നിങ്ങളോട് ഫോളോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന റൂൾസ്. അപ്പൊ നിങ്ങളൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന റൂൾസ് ഒക്കെ ഫോളോ ചെയ്യില്ലേ? ന്യൂ വേർഡ്സ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പുതിയതായിട്ട് പഠിച്ച കുറച്ച് ന്യൂ വേർഡ്സ് ആണ്. പെഡസ്ട്രിയൻ ആരാണ്? റോഡിലൂടെ നടക്കുന്ന ആളുകളാണ്, കാൽനടയാത്രക്കാർ. ഫുട്പാത്ത് റോഡിന്റെ സൈഡിലുള്ള സ്പേസ് ആണ്, അത് ആളുകൾക്ക് നടക്കാൻ വേണ്ടിയുള്ളതാണ്. റിഫ്ലക്റ്റീവ് എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന, തിളങ്ങുന്ന, രാത്രിയിലൊക്കെ തിളങ്ങുന്ന സ്റ്റിക്കേഴ്സ്. ഡിസ്ട്രാക്ട് നമ്മുടെ ശ്രദ്ധ മാറിപ്പോവുക, നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോവുക, അതാണ് ഡിസ്ട്രാക്ട്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിന്റെ എക്സസൈസിലേക്ക് പോകാം. ആൻസർ ദ ഫോളോയിങ്. വാട്ട് ഷുഡ് യു ഡു ബിഫോർ ക്രോസിംഗ് എ റോഡ്? നമ്മളിപ്പോ പഠിച്ചു അല്ലേ? എന്താ ചെയ്യേണ്ടത്? ലുക്ക് റൈറ്റ്, ദെൻ ലെഫ്റ്റ് ആൻഡ് അഗെയിൻ റൈറ്റ് ടു ചെക്ക് ഫോർ vehicles. Cross only when it is safe, preferably at a zebra crossing. Preferably എന്നൊരു വേർഡ് ഇവിടെ ഞാൻ ഉപയോഗിച്ചത്, ചില സ്ഥലങ്ങളിലൊന്നും സീബ്ര ക്രോസിംഗ് ഉണ്ടാവില്ല, അപ്പോഴും നമുക്ക് ക്രോസ് ചെയ്യണം അല്ലേ? അപ്പൊ ആ സമയത്ത് വാഹനങ്ങളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി മാത്രം ക്രോസ് ചെയ്യാം. Why should you not play on the footpath? നമ്മൾ എന്തുകൊണ്ടാണ് ഫുട്പാത്തിൽ കളിക്കാൻ പാടില്ല എന്ന് പറയുന്നത്?
Because footpaths are for walking. Playing can distract you and may lead to accidents. Why should you hold an adult's hand while crossing the road? എന്തിനാണ് ഒരു മുതിർന്ന ആളുടെ കൈ പിടിക്കണം എന്ന് പറയുന്നത്? Because adults can guide you and help keeping you safe from traffic. നിങ്ങൾ വലിയ ആളുകളാവുമ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ക്രോസ് ചെയ്യാം. Let us learn true or false. You should always walk on footpath. Correct ആണ്. This is true. It is safe to run while crossing the road. Road cross ചെയ്യുമ്പോൾ റൺ ചെയ്യാൻ പറ്റുമോ? No, ഇത് safe അല്ല. It is false. You should use the zebra crossing to cross the road. Yes, true. നമ്മൾ zebra crossing use ചെയ്യണം. Wearing dark clothes in the evening makes you more visible. Already dark ആണ്. അതിന്റെ കൂടെ നിങ്ങൾ dark clothes കൂടി ഇട്ടാൽ നിങ്ങളെ കാണാൻ പറ്റില്ല. So this is false. It is safe to play near road. No, this is false. You should wear headphones while walking on the road. No, you should not wear headphones while walking on the road. This is also false. Encircle the correct option. What should you do before crossing a road? Road cross ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? Run quickly. No. Stop. Look right. Then left. Again. Right. Yes. ഇതാണ് correct ആയിട്ടുള്ള option. Close your eyes. ഒരിക്കലും അല്ല. Where should you walk near the road? On the footpath, on the road, in the middle of the vehicle, on the footpath. Why should you avoid using headphones on the road? It looks bad, it makes you run faster, it can distract you from the traffic sound. ഇതാണ് correct answer. Identify the following symbols and write their meanings. ഇവിടെ ഒരു ഹെൽപ്പ് ബോക്സ് തന്നിട്ടുണ്ട്. അതിൽ കുറെ സിംബൽസിന്റെ പേരും തന്നിട്ടുണ്ട്. താഴെ സിംബൽസ് തന്നിട്ടുണ്ട്. അത് ഓരോന്നും എന്ത് സിംബൽസ് ആണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അതുപോലെ അതിന്റെ മീനിങ് എന്താണെന്നും പറയണം. ആദ്യത്തെ സിമ്പിൾ എന്താണ്? ഇത് നമ്മൾ ബാത്റൂമിന്റെ അടുത്തൊക്കെയാണ് കണ്ടിട്ടുള്ളത് അല്ലേ? ഇത് ലേഡീസ് റെസ്റ്റ് റൂം ആണ്. അതുപോലെ രണ്ടാമത്തെ ചിത്രം ജെന്റ്സ് റെസ്റ്റ് റൂം. മൂന്നാമത്തതോ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകളുടെ സിമ്പിൾ ആണ്. അപ്പൊ ഹാൻഡിക്യാപ്ഡ് എന്ന് പറഞ്ഞാൽ നടക്കാനൊന്നും പറ്റാത്ത ആളുകൾ. പിന്നെ അടുത്തത് ഇതാണ് യു ടേൺ. ഇതിന്റെ പേരാണ് യു ടേൺ. ഇനി എന്താണ് ഇതിന്റെയൊക്കെ മീനിങ്? ലേഡീസ് റെസ്റ്റ് റൂം. This sign shows the toilet for women. Gents restroom. This sign shows the toilet for men. Handicapped. This sign shows the facilities for people with disabilities. U-turn. This sign means you can take a U-turn. റോഡിലൂടെ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിക്ക് ഒരു യു ടേൺ എടുക്കണമെങ്കിൽ ഈ സ്ഥലത്ത് യു ടേൺ എടുക്കാം. അതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നിങ്ങളുടെ പേരൻസ് ഇപ്പൊ ഇതൊക്കെ നോക്കി മനസ്സിലാക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് നിങ്ങൾ വലിയ കുട്ടികളാവുമ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഈ സിംബൽസ് ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് വേണം ഡ്രൈവ് ചെയ്യാൻ. ഇനി ഈ ഫസ്റ്റ് ഈ സിംബലിന്റെ പേരാണ് നോ ലെഫ്റ്റ് ടേൺ. ഇവിടെ ഒരു ലെഫ്റ്റ് ടേൺ ചെയ്യുന്ന പോലെ ചിത്രം വരച്ചിട്ട് അതിനെ ക്രോസ് ചെയ്തിരിക്കുകയാണ്. സോ നോ ലെഫ്റ്റ് ടേൺ. എന്നാൽ ഇവിടെ ക്രോസ് ഇല്ല രണ്ടാമത്തെ പിക്ചറിൽ. അതിന്റെ അർത്ഥം റൈറ്റ് ടേൺ. നിങ്ങൾക്ക് റൈറ്റ് എടുക്കാം. ഇനി അവിടെ ഒരു ക്രോസ് ഉണ്ടായിരുന്നെങ്കിലോ നോ റൈറ്റ് ടേൺ. അടുത്തത് അവിടെ എഴുതിയിട്ടുണ്ട് ട്രയാങ്കിളില്. ഇതാണ് ഡ്രൈവ് സ്ലോ. അടുത്തത് നിങ്ങളുടെ ഒക്കെ സ്കൂളിന്റെ മുന്നിലുള്ള റോഡിൽ ഈ ഒരു സിമ്പിൾ കണ്ടിട്ടുണ്ടാവും. സ്കൂൾ അഹെഡ്. എന്താണ് ഇതിന്റെയൊക്കെ മീനിങ്? ആദ്യം നോ ലെഫ്റ്റ് ടേൺ. യു ആർ നോട്ട് അലൗഡ് ടു ടേൺ ലെഫ്റ്റ്. നിങ്ങളല്ല നിങ്ങളുടെ വണ്ടി. Right turn. You can turn right. Drive slow. Reduce your speed and drive carefully. School ahead. There is a school nearby, so drive carefully. ഇവിടെയോ? ഇവിടെ ഒരു ഹോൺ അതിന്റെ ഒരു ചിത്രം വരച്ചിട്ട് ക്രോസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ അർത്ഥമാണ് നോ ഹോങ്കിങ്. നെക്സ്റ്റ് ഒരാൾ കുറെ വേസ്റ്റ് ഇടുകയാണ്, എന്നിട്ട് അതിനെ ക്രോസ് ചെയ്തിരിക്കുക. അപ്പൊ നോ ലിറ്ററിങ്. അടുത്തത് ഡേഞ്ചർ അഹെഡ്. എന്താ ഇതിന്റെയൊക്കെ മീനിങ്? നോ ഹോങ്കിങ് മീൻസ് ഡു നോട്ട് ബ്ലോ ദ ഹോൺ. അടുത്തത് നോ ലിറ്ററിങ്. ഡു നോട്ട് ത്രോ ഗാർബേജ് ഹിയർ. ഡേഞ്ചർ അഹെഡ് മീൻസ് ബി കെയർഫുൾ. ദർ ഇസ് ഡേഞ്ചർ അഹെഡ്. Let us do. Classify the following activities as safe and unsafe. Looking right and left before crossing. Yes, it is safe. It is needed. Playing on the road. It is unsafe.
Crossing at the zebra crossing, it is safe. Walking on the footpath, yes. Listening to loud music on the road, it is unsafe. Spot what's wrong with the picture. Look at the following picture below and spot 6 errors. ഈ തന്നിരിക്കുന്ന ചിത്രത്തിൽ 6 എറേഴ്സ് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഇവിടെ ഒരു വലിയ മരമുണ്ട്. മരത്തിൽ നിറയെ ബനാന തൂങ്ങിക്കിടക്കുന്നുണ്ട്. ഇത് റോങ് ആണല്ലേ? ഇങ്ങനത്തെ മരത്തിലല്ല ബനാന ഉണ്ടാവുന്നത്. ഇനി ഇവിടെ നോക്കിയ ഒരു എയ്റോപ്ലെയിൻ എത്ര അടുത്തൂടെയാണ് പോകുന്നത്? ഇത്രയും അടുത്തൂടെ എയ്റോപ്ലെയിൻ പോകാൻ പാടുണ്ടോ? ഇല്ല അല്ലേ? പിന്നെ നോക്കിയേ, സീബ്ര ക്രോസിംഗ് ഇത് വരച്ചിരിക്കുന്നത് ശരിയാണോ? അല്ല അല്ലേ? അപ്പൊ ഇത് തെറ്റാണ്. ഇവിടെ ഒരു കാറ്റ് ഉണ്ട്. അതിന്റെ ടെയില് നോക്കിയേ, സീബ്രയുടെ ടെയില് പോലെ ഉണ്ടല്ലേ? അത് തെറ്റാണ്. ഇവിടെ ഒരാള് നടന്നു പോകുന്നുണ്ട്. അയാൾ ഹെഡ്ഫോൺസ് ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോ പഠിച്ചു ഹെഡ്ഫോണിൽ ഇട്ടിട്ട് നടന്നു പോകരുത്. ഇനിയോ, ഇവിടെ ഒരാൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അയാൾ സീബ്ര ക്രോസിന്റെ അടുത്താണോ നിൽക്കുന്നത്? അല്ല. അപ്പൊ ഇത്ര അടുത്ത് സീബ്ര ക്രോസ് ഉള്ളപ്പോ നടക്കുന്നത് സീബ്ര ക്രോസിലൂടെ ആവണം. ഇവിടെ നിൽക്കാൻ പാടില്ല. ഇനി വേറെ ഏതെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ സ്പോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമന്റ് ചെയ്യുക. അപ്പൊ എനിക്കത് മനസ്സിലാവല്ലോ. അപ്പൊ ഏതൊക്കെയാണ്? ബനാനാസ് ആർ ഗ്രോയിങ് ഓൺ ദ ട്രീ വിച്ച് ഇസ് നോട്ട് കറക്റ്റ്. എയ്റോപ്ലെയിൻ ഇസ് ഫ്ലൈങ് ടു ക്ലോസ് ടു ദ ബിൽഡിംഗ്. പിന്നെ zebra crossing is drawn incorrectly. A person is crossing the road away from zebra crossing. A person is walking with headphones on near the road. The cat has a zebra-like tail, which is unusual. So, ഇതൊക്കെയാണ് ഇപ്പൊ സ്പോട്ട് ചെയ്തിരിക്കുന്ന മിസ്റ്റേക്ക്. Let us write. A naming word or noun is a word that names a person, place, thing, or an idea. സോ നൗൺ എന്ന് കേൾക്കുമ്പോൾ എന്താണ് ഒരു നൗൺ? ഒരു നെയിമിംഗ് വേർഡ് ആണ്. ഒരു ആളുടെയോ ഒരു സ്ഥലത്തിന്റെയോ ഒരു വസ്തുവിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐഡിയയുടെയോ ഒക്കെ പേരിനെയാണ് നൗൺ എന്ന് പറയുന്നത്. However, some nouns can be counted and some cannot. ചില നൗൺസിനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും, എണ്ണാൻ പറ്റും. and some cannot, ചിലതിന് പറ്റില്ല. The nouns that can be counted are known as countable nouns. കൗണ്ട് ചെയ്യാൻ പറ്റിയ നൗൺസ്. ഫോർ എക്സാമ്പിൾ ആപ്പിൾസ്, ബസ്സസ്, ചെയർസ്, ഇതിനെയൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. എത്ര ആപ്പിൾസ് ഉണ്ട്, എത്ര ബസ്സസ് ഉണ്ട് എന്നൊക്കെ. നൗൺസ് ദാറ്റ് cannot be counted individually are known as uncountable nouns. They usually do not have a plural form. വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ? ഒരു പുഴയിലൊക്കെ പോയി നോക്കിയാൽ വെള്ളം ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ വെള്ളത്തിന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടർ, ആ ഡ്രോപ്സിന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. നിങ്ങളടുത്ത് പറയാം ഒരു ഡ്രോപ്പ് വെള്ളം വേണം അതിൽ ഉറ്റിക്കാൻ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡ്രോപ്പ് കൃത്യമായിട്ട് എണ്ണാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വാട്ടർ, അതിന് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ വെള്ളത്തിന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതിനെ ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കാൻ പറ്റില്ല. അതുപോലെ റൈസ്, നമുക്ക് വേണമെങ്കിൽ ആ റൈസിന്റെ ഗ്രെയിൻസിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ചാക്ക് റൈസ് എത്ര ചാക്കുകൾ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ റൈസ് എന്ന് പറഞ്ഞ ആ ഒരു ക്വാണ്ടിറ്റി അതിനെ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ എയർ, നമ്മുടെ ചുറ്റും എയർ ഉണ്ട്, നമുക്ക് എയറിനെ കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. Classify the following as C countable and U uncountable. ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് കൗണ്ടബിൾ? ബനാനാസ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും, ബിസ്ക്കറ്റ്സ് കൗണ്ട് ചെയ്യാൻ പറ്റും, കേർഡിന് കൗണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ? സോ അൺകൗണ്ടബിൾ. പാക്കറ്റ്സ് ഓഫ് കേർഡ് എന്നാ പറയുമെങ്കിൽ ആ പാക്കറ്റ്സ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ, പക്ഷെ കേർഡിന് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ടൊമാറ്റോസ് കൗണ്ട് ചെയ്യാൻ പറ്റും, സാൻഡ്വിച്ചസ് കൗണ്ട് ചെയ്യാൻ പറ്റും, മാഷ്ഡ് പൊട്ടറ്റോ, മാഷ് ചെയ്തിരിക്കുന്ന പൊട്ടറ്റോനെ കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് അൺകൗണ്ടബിൾ ആണ്. കോഫി ജാർസ്, ജാർ, യെസ് കൗണ്ട് ചെയ്യാൻ പറ്റും. ലെമണേഡ് അൺകൗണ്ടബിൾ, ഫ്ലവർ അൺകൗണ്ടബിൾ, ചോക്ലേറ്റ്സ് കൗണ്ടബിൾ, ടൊമാറ്റോ കെച്ചപ്പ്, പാക്കറ്റ് അല്ല ടൊമാറ്റോ കെച്ചപ്പ്, അത് അൺകൗണ്ടബിൾ ആണ്. പൊട്ടേറ്റോസ് നേരത്തെ പറഞ്ഞു മാഷ്ഡ് പൊട്ടേറ്റോസ്, അതിനെ മാഷ് ചെയ്തിരിക്കുന്നതിന് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ പൊട്ടേറ്റോസിന് നമുക്ക് എണ്ണാൻ പറ്റും, കൗണ്ടബിൾ. കോഫി ജാറിനെ കൗണ്ട് ചെയ്യാൻ പറ്റും, പക്ഷെ കോഫി കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ടേബിൾസ്, യെസ് വി ക്യാൻ കൗണ്ട്. Now classify the following into countable and uncountable nouns. അപ്പം ഇവിടെ തന്നിരിക്കുന്നതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കുക. ട്രാഫിക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? നോ, ട്രാഫിക്കിനെ കൗണ്ട് ചെയ്യാൻ പറ്റില്ല, ഇത് അൺകൗണ്ടബിൾ ആണ്.
പൊല്യൂഷൻ അൺകൗണ്ടബിൾ ആണ്. ഹെൽമെറ്റ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ബസ്സസ് യെസ് കൗണ്ട് ചെയ്യാൻ പറ്റും. കാർസ് കൗണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ സ്പീഡ് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. പെഡസ്ട്രിയൻ കൗണ്ട് ചെയ്യാൻ പറ്റും. ബൈസിക്കിൾ കൗണ്ട് ചെയ്യാൻ പറ്റും. സേഫ്റ്റി കൗണ്ട് ചെയ്യാൻ പറ്റില്ല, അൺകൗണ്ടബിൾ. ട്രാൻസ്പോർട്ടേഷൻ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഫ്യൂവൽ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെയാണ് കൗണ്ടബിൾ നോൺസ്. ഹെൽമെറ്റ്, ബസ്സസ്, കാർസ്, പെഡസ്ട്രിയൻ, ബൈസിക്കിൾ ഇതൊക്കെ കൗണ്ട് ചെയ്യാൻ പറ്റും. അൺകൗണ്ടബിൾ നോൺസോ ട്രാഫിക്, പൊല്യൂഷൻ, സ്പീഡ്, സേഫ്റ്റി, ട്രാൻസ്പോർട്ടേഷൻ, ഫ്യൂവൽ. അപ്പൊ ഇതൊക്കെ ഈ കോളത്തിലേക്ക് നിങ്ങൾ മാറ്റി എഴുതണം കേട്ടോ. Read the recipe below. Underline the countable nouns and circle the uncountable nouns. നോക്കാം നമുക്ക്. Peel 2 bananas and put them in a blender. Bananas കൗണ്ട് ചെയ്യാൻ പറ്റും. Blender മിക്സി അതിനെയും കൗണ്ട് ചെയ്യാൻ പറ്റും. Pour 1 glass of milk into the blender. Glass. Add sugar and a little honey for sweetness. Blend everything until smooth. Add some ice cubes and enjoy your banana milkshakes. അപ്പോൾ ഇതൊക്കെ കൗണ്ടബിൾ ആണ്. ഇനി അതുപോലെ അൺകൗണ്ടബിളിനെ സർക്കിൾ ചെയ്യണം. Peel 2 bananas and put them in a blender. Pour 1 glass of milk. Milk uncountable ആണ്. Into the blender. Add sugar. Sugarനെ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. Honey. Honeyനെ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. Blend everything until smooth. Add some ice cubes and enjoy your banana milkshake. Milkshake uncountable ആണ്. Write a letter to the traffic police of Bharat to thank them and promote to follow all the traffic rules and stay safe. അപ്പോൾ ട്രാഫിക് പോലീസ് നിങ്ങൾക്കൊരു ലെറ്റർ എഴുതിയിരുന്നല്ലേ? അപ്പോൾ ആ ലെറ്ററിന് താങ്ക്ഫുൾ ആയിട്ട് നിങ്ങൾ ഒരു റിപ്ലൈ അയക്കാനാണ് പറയുന്നത്. ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. Dear traffic police officer, thank you for keeping us safe on the roads. You work so hard to make sure everyone follows the rules and no one get hurt. I see how you stand in the sun, rain and cold to help us. I have read your letter carefully and understood that. ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് വേണം എഴുതാൻ. I have read your letter carefully and understood that I should always follow traffic rules. I will use zebra crossing, follow traffic lights, walk on footpath and stay alert. I will not use headphones while walking on the road. I will also hold an adult's hand while crossing. I promise to follow all the rules and stay safe. Jai Hind. Name, നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്കൂളും നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഏറ്റവും ശ്രദ്ധയോടുകൂടി അതൊക്കെ മനസ്സിലാക്കാനും ഫോളോ ചെയ്യാനും നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക. നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.